നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ അവസ്ഥകൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. കടങ്ങളൊക്കെ തീർക്കാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകൾ, ദുഃഖ ദുരിതങ്ങൾ, നിർഭാഗ്യ സാഹചര്യങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്ന നക്ഷത്രക്കാരാണോ ഈ പറയുന്ന നക്ഷത്രക്കാർ? അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വരുന്നു. ശുക്രൻ ഉദിക്കുന്നതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാർക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ അവസരം. അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ കൂടെ വന്നു ചേരും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും അവരുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും സൽക്കർമ്മങ്ങൾക്കും പുണ്യം നുകർന്നുകൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ ദോഷ ദുരിതങ്ങൾ മാറുന്നതിനും എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സൗഭാഗ്യങ്ങൾ വാരി നിറയ്ക്കാൻ പോകുന്ന ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളല്ല നിങ്ങൾ. നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു. ഈശ്വരൻ്റെ കടാക്ഷവും ഈശ്വരൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ എത്ര തന്നെ ദുഃഖ ദുരിതങ്ങളും മനസ്സ് ദുഃഖിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കും. അതാണ് നമ്മൾ കാണാറുള്ളത്. കടബാധ്യതയും സാമ്പത്തിക ദുരിതവും രോഗദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു. ലോട്ടറി അടിക്കുന്നു, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നു. ഇത്യാദി കാര്യങ്ങൾ വരുന്നത് അവരുടെ സമയം തെളിയുന്നതുകൊണ്ടാണ്. ചാരവശാലുള്ള ഇപ്പോൾ ഉള്ള ഗ്രഹസ്ഥിതിയുടെ സ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമല്ല, അവരുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും ദശാകാലവും അപഹാരവും വളരെയധികം സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ഗുണങ്ങൾ ഉണ്ടെന്ന് ചാരവശാൽ പറയുന്ന നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ലഭിക്കാതെയും ദോഷം പറയുന്ന നക്ഷത്രക്കാർക്ക് ഗുണവും ലഭിക്കുന്നതും. അത് അവരുടെ ദശാകാലവും അപഹാരവും അനുകൂലമായി നിൽക്കുന്ന ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കും. അത്തരത്തിൽ മഹാഭാഗ്യം വന്നു ചേരുകയും അവിടെ ഭാഗ്യം തെളിയുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമൊക്കെ വലിയ തോതിലുള്ള ഉയർച്ചയാണ് കാണാൻ പോകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സൗഭാഗ്യങ്ങൾ വാരി നിറയ്ക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 30 ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ അസുലഭമായ ഒരു ഭാഗ്യം സംഭവിക്കാൻ പോകുന്നു. ഇവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും മാനസിക വ്യതകൾക്കും പലതരത്തിലുള്ള പുച്ഛങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊക്കെ ഈശ്വരൻ്റെ കൈത്താങ്ങ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇവർ നേട്ടങ്ങൾ കൊയ്യാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി നിത്യപൂജയിലുള്ള താങ്കളുടെ സാന്നിധ്യം, ദൈവികമായ പരിവേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നിത്യപൂജയിലുള്ള സങ്കല്പങ്ങൾക്കും സമർപ്പണങ്ങൾക്കുമൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിനും ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ഭാഗ്യം കടാക്ഷിക്കുന്നതിനും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിനു വേണ്ടിയുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കഴിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മികച്ച അവസരങ്ങളും മുന്നേറ്റങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവരുടെ സമയം തെളിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് കോടീശ്വരി യോഗം വരെ എല്ലാവർക്കും
കോടീശ്വര യോഗത്തിനുള്ള അവസരമുണ്ടാകുകയില്ല. ധാരാളം പണം വന്നു ചേരുന്നതിനും അതിൽ ചില ആളുകൾക്ക്, അശ്വതി നക്ഷത്രക്കാരിൽപ്പെടുന്ന ചില ആളുകൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതി, കോടീശ്വര യോഗം വരെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നില്ല. പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക, ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്രത്തിലോ ധർമ്മദേവതാ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. അത് വളരെ പ്രാധാന്യമാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭമായ ഭാഗ്യം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഇത് ഒരു കാരണമാകും. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് സംശയമില്ലാതെ തന്നെ അവരുടെ നേട്ടങ്ങൾ അവരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യമുണ്ട്. ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പണം ഇല്ലാത്തവർ പോലും അവരുടെ ജീവിതത്തിൽ പണത്തിനു വേണ്ടി അലയുന്ന ആളുകൾക്ക് പോലും അവരുടെ സമയം തെളിഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയമാണ്. ദുഃഖങ്ങൾ മാറുന്നു. ദുഃഖങ്ങളിലൂടെ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറുന്നു. വലിയ നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരും. ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ അടിച്ച് തകർക്കാൻ പോകുന്ന, അതായത് ശക്തമായ തിര അടിച്ചു കയറുന്ന പോലെ അവരുടെ ജീവിതത്തിലേക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറുന്നു. മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു. കടബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. മനസ്സമാധാനം വന്നു ചേരുന്നു. നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നു. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. അവസരങ്ങളും മുന്നേറ്റങ്ങളും നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുകയും ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവുമൊക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നു. ഇവരുടെ സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അത് ആരോടും പറഞ്ഞിട്ടില്ല. അത് നടക്കുമെന്ന ആശയോടുകൂടി അവർ ജീവിക്കുകയാണ്. പക്ഷേ ഈ ഒരു സ്വപ്നം നടക്കുമോ എന്ന് അവർക്ക് നിശ്ചയമില്ല. പക്ഷേ ഈ ഒരു സ്വപ്നം ഈശ്വരന്റെ കടാക്ഷം നിമിത്തം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗ്യം തുണയ്ക്കുന്നു. ഇവർക്ക് ഭാഗ്യത്തിന്റെ കൊടുമുടി കയറാൻ പോകുന്നു. പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാവിധ വിഘ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് മാറി നിൽക്കുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. വലിയ ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. കോടീശ്വര യോഗം അന്വർത്ഥമാക്കുന്ന വിധത്തിൽ കോടികൾ ലഭിച്ചില്ലെങ്കിലും ഇവർക്ക് കോടീശ്വര യോഗം എന്നൊരു ഭാഗ്യത്തിലൂടെ ധാരാളം പണം വന്നു ചേരും. അതിലൂടെ ചിലപ്പോൾ കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള അവസരവും വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്നു. ജീവിതത്തിൽ ധനലാഭത്തിനുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഐശ്വര്യലബ്ധിയാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. നല്ല സൗഭാഗ്യം വന്നു ചേരുകയും ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ഏറ്റവും അധികം ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തുണക്കുകയും ഐശ്വര്യ വർധനവ് ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. ഐശ്വര്യവർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം വന്നു ചേരും. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യവും ഇവരെ തുണയ്ക്കുന്നു. പൂജ്യത്തിൽ നിന്ന് പോലും, ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ പണം വന്നു ചേരും. നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക ദുരിതങ്ങൾ മാറും. മനസ്സിലുള്ള ആദികൾ ഒഴിയും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്കും പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് മാറുന്നു. ഓർമ്മശക്തി, അലസത, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മശക്തി തെളിയുകയും അലസത മാറി താല്പര്യത്തോടുകൂടി പഠന വിഷയങ്ങളിൽ സമീപിക്കുകയും മികച്ച രീതിയിൽ ഇവരുടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. അധികം ചെലവ് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഭാഗ്യമുണ്ട്. എല്ലാ വിധത്തിലും ജീവിതത്തിലെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. രോഗദുരിതങ്ങളൊക്കെ മാറുന്ന സാഹചര്യങ്ങളാണ്.
ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. ഇവർ തുളസിമാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാന് ഇഷ്ടമുള്ള വഴിപാട് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. പാൽപ്പായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുക. ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും കാര്യങ്ങളുമൊക്കെ ഇവർക്ക് പുനരാരംഭിക്കാൻ സാധിക്കുന്ന അവസരം തന്നെയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.